ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ പ്രിയരും കർത്താവിൽ സ്നേഹമുള്ളവരുമായ വാത്സല്യമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടി കർത്താവിൻ്റെ തിരുവചന കേൾവിക്ക് വേണ്ടി ദൈവം നമുക്ക് അവസരം തരികയാണല്ലോ. നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം പറയാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ എന്നെ ദൈവമായ കർത്താവ് ഉപയോഗിക്കുന്നതിൻ്റെ ശബ്ദവും വാക്കും നാക്കും ദൈവം പ്രയോജനപ്പെടുത്തുന്നതിന് എൻ്റെ കർത്താവിൻ്റെ തിരുമുമ്പിലിരുന്ന് ഒത്തിരി ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ഓരോ ദിവസവും തിരുവെഴുത്തിൽ നിന്ന് അല്പാൽപമായി നിങ്ങളിൽ ചിലരെങ്കിലും ധൈര്യപ്പെടുത്താൻ, ബോധം വരുത്തുവാൻ, ആത്മീകരാക്കാൻ, കർത്താവിൽ ശക്തരാക്കാൻ, നിരാശ മാറ്റാൻ, ദൈവത്തോടടുപ്പിക്കാൻ ഈ കൊച്ചു ചിന്തകൾ മുഖാന്തരം ഇടയാകുന്നുണ്ടെങ്കിൽ ഞാൻ ഒത്തിരി ധന്യനാണ്. അതിൻ്റെ സകല മഹത്വവും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകമായി സ്നേഹത്തിൻ്റെ ഭാഷയിൽ അഭിവാദനങ്ങൾ, വന്ദനം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. റോമാലേഖനം 15-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. റോമാലേഖനം 15-ാം അധ്യായം 1-ാം വാക്യം. എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കണം. ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കണം. ആത്മീക ജീവിതം എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും ഓർപ്പിച്ചിട്ടുള്ളതുപോലെ ഒരൊറ്റയാനായി, ആരോടും പ്രതിബദ്ധതയില്ലാതെ, ആരുമായിട്ട് വലിയ അടുപ്പമൊന്നുമില്ലാതെ, തൻകാര്യം നോക്കി ഞാനും ദൈവവും എന്നൊരു ഭാഷയിൽ ജീവിച്ചു തീർക്കുന്നതല്ല. യഥാർത്ഥ ആത്മീക ജീവിതം ഒരു കൂട്ടായ്മയാണ്. മറ്റുള്ളവരെ കൈത്താങ്ങൽ കൊടുത്തും സ്നേഹിച്ചും, കൂടെ വരാൻ ബുദ്ധിമുട്ടുള്ളവരെ കൂടെ കൊണ്ടുപോയി കൈപിടിച്ച് നടത്തേണ്ടവരെ കൈപിടിച്ചും. കർത്താവാണ് ഇതിനൊക്കെ മാതൃക. കർത്താവ് ആടുകളെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: തള്ളയാടുകളെ പതുക്കെ നടത്തി, ചുമലിലെടുക്കേണ്ടതിനെ ചുമലിലെടുത്ത് എന്നൊക്കെ എഴുതിയിരിക്കുന്നത് പോലെ ചിലരെ കൂടി കൂടെ കൊണ്ട് നടക്കത്തക്ക രീതിയിൽ സ്വർഗസ്ഥനായ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ചിലരെ ചുമക്കേണ്ടി വന്നേക്കാം, ചിലരെ താങ്ങേണ്ടി വന്നേക്കാം, ചിലരെ സഹായിക്കേണ്ടി വന്നേക്കാം, ചിലരെ കരുതേണ്ടി വന്നേക്കാം, ചിലരെ കൈത്താങ്ങൽ കൊടുക്കേണ്ടി വന്നേക്കാം. അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ അവരെ കൂടെ ചേർത്ത് പിടിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ദൈവപ്രസാദമുള്ള ക്രിസ്തീയ ജീവിതം. ഇവിടെ ഇതാ റോമാലേഖനം 15-ാം അധ്യായത്തിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കണമെന്ന്. നമുക്ക് തീരെ ഇഷ്ടപ്പെടുന്ന കാര്യമല്ല മറ്റൊരുത്തിൻ്റെ വിഴുപ്പും ബലഹീനതയും പോരായ്മയും ചുമക്കാൻ. നമുക്കെവിടെ നേരം? നമ്മളെന്തിനതിന് നിന്നു കൊടുക്കുന്നു? നാം നമ്മുടെ കാര്യം നോക്കി പോകുക എന്നതാണ് പൊതുവിൽ മനുഷ്യ സഹജമായിരിക്കുന്ന കാര്യം. ലോകത്തിൽ തുലവും വിരളമായിരിക്കുന്ന ചിലർ മാത്രം, വിരലേലെണ്ണാവുന്നവർ മാത്രം, ആരെങ്കിലും ഒരാൾ വഴിത്തലയ്ക്ക്, വേദപുസ്തക ചരിത്രം പോലും അങ്ങനെ പറയുന്നല്ലോ. നല്ല ശമരിയാക്കാരൻ്റെ കഥയിൽ യേശുക്രിസ്തു പറഞ്ഞു, മുമ്പേ നടന്നവരും പേരും പ്രസക്തിയുമുള്ളവരെല്ലാം ബലഹീനനായി അർത്ഥപ്രാണനായി ചോര വാർന്ന് കിടക്കുന്നവരെ കണ്ടിട്ട് തൊടാതെ പോകുന്നതാണ് ഭൂരിപക്ഷം ആളുകളും. രണ്ടുപേർ വന്നിട്ടും തൊടാതെ, മൈൻഡ് ചെയ്യാതെ, ശ്രദ്ധിക്കാതെ നോക്കിയിട്ട് കടന്നുപോയി. എന്നാൽ ശമരിയാക്കാരൻ വന്നിട്ട് താങ്ങി എഴുന്നേറ്റ് എന്ന രീതിയിൽ ആ കഥ നമുക്കറിയാവുന്നതാണ്. അപ്പം ലോകത്തിൻ്റെ കെടുതിയിൽ ഒത്തിരി പേര് പലരെയും കണ്ടിട്ട് കാണാതെ കടന്നു പോകുകയാണ്. പക്ഷേ ആത്മീയത്തിൽ അങ്ങനല്ല. വേദപുസ്തകം നമ്മോട് അനുശാസിക്കുന്നത് ഇപ്രകാരമാണ്: ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുക. ശക്തരായ നാം. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ വാക്യത്തിനകത്ത് നിന്നുകൊണ്ട് ഞാൻ കുറച്ചു നേരം അറിയാതെ ചിന്തിച്ചു പോയൊരു ചോദ്യം ഞാൻ നിങ്ങളോടും ചോദിക്കുക. അല്ല, ഞാൻ എൻ്റെ ഭാഗത്ത് നിന്നോട് ചോദിക്കുക. ഞാൻ എന്നോട് ചോദിച്ചു, നീ എങ്ങനെ ശക്തരായി? ഈ ലോകത്തിൽ ഈ വാക്യം പറയുന്നു ചിലർ അശക്തരുണ്ട്. ഏത്? ലോകത്തിലെ കോടിക്കണക്കിന് ആളുകളെ അല്ല, ഈ പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന നമ്മുടെ കൂട്ടായ്മയ്ക്കകത്തുള്ള, വേണ്ട, നമ്മുടെ വീട്ടിനകത്ത് 4 പേരുള്ളൂ അല്ലെങ്കിൽ 5 പേരുള്ളൂ. ഈ 5 പേരിൽ ചിലപ്പോൾ 1-2 പേര് അശക്തരാണ്. അശക്തരായതുകൊണ്ട് അവർ ബലഹീനരാണ്. നിങ്ങളുടെ കൂട്ടായ്മയിൽ 15, 20, 30 പേരുണ്ടെന്നിരിക്കട്ടെ, ഇനി 300 പേരായിക്കോട്ടെ, അതിൽ ചിലരൊക്കെ ബലഹീനരാണ്, അശക്തരാണ്. നിങ്ങളുടെ കൂട്ടത്തിനകത്ത്, പ്രാർത്ഥനാ ഗ്രൂപ്പിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവർക്കും ഒരേ കഴിവല്ല, എല്ലാവരും ബലവാന്മാരല്ല, എല്ലാവരും ശക്തരുമല്ല. ഈ വാക്യം വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ വാക്യം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ പിന്നെ ലേഖനത്തിനകത്ത്, റോമാലേഖനത്തിനകത്ത്, റോമാ സഭക്കാർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് പരിശുദ്ധാത്മാവ് എഴുതിയത്തില്ലല്ലോ. റോമാ സഭയോട് പറയുന്നു, നിങ്ങളുടെ ഇടയിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്തൃമേശ എടുക്കുന്ന ആളുകൾ എന്ന് പുതിയ നിയമ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും പിടികിട്ടുമെന്ന് വിചാരിക്കുന്നു. യഥാർത്ഥത്തിൽ കർത്താവായ യേശുവിനെ രക്ഷകനായി ജീവിക്കുന്ന, കൂട്ടായ്മയെ ആചരിക്കുന്ന റോമാ സഭയ്ക്കകത്ത് അശക്ത
അശക്തരുണ്ടെന്ന്, അവർ ബലഹീനരാണെന്ന്. അപ്പോൾ തന്നെ ചിലർ ശക്തരാണ്. ആ ശക്തരോട് പറയുകയാണ്, അശക്തരുടെ ബലഹീനത നിങ്ങൾ കണ്ടിട്ടിട്ടിട്ട് പോകല്ലേ, അവരുടെ ആ ബലഹീനത ചുമക്കണമെന്ന്. അപ്പം ഞാൻ ഈ വാക്യത്തിൻ്റെ മുമ്പിൽ നിന്ന് എന്നോട് ചോദിച്ചു, നീ ശക്തനോ അശക്തനോ? ആദ്യത്തെ ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എറിഞ്ഞു തരികയാണ്. നിങ്ങൾ ചോദിക്കേ, നിങ്ങളോട് ചോദിക്കേ. നിങ്ങൾ എന്നോടല്ല, നിങ്ങളുടെ അടുത്ത വിശ്വാസിയോടല്ല, നിങ്ങളുടെ പാസ്റ്ററോടല്ല, നിങ്ങളുടെ ഇടയനോടല്ല, നിങ്ങളുടെ ഉപദേശിയോടല്ല, നിങ്ങളോട് ചോദിക്കുക. ഈ വാക്യം വെച്ചുകൊണ്ട് നീ ശക്തനോ അശക്തനോ? ഞാൻ എന്നോട് ചോദിച്ചു, ഈ വാക്യത്തിൻ്റെ മുമ്പിൽ നീ ബലഹീനനാണോ, നീ അശക്തനാണോ, അതെയോ ശക്തനാണോ? എൻ്റെ മനസ്സാക്ഷി, എൻ്റെ പേഴ്സണാലിറ്റി എന്നോട് പറഞ്ഞു, നീ ഒരു പാസ്റ്ററല്ലേ, നീ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നവനല്ലേ, നീ ദൈവത്തെ വിശ്വസിക്കുന്നവനല്ലേ, നീ ശക്തനാണ്. അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു, നീ എങ്ങനെ ശക്തനായി? എന്നോടാ ചോദിച്ചത് കേട്ടോ. രണ്ടാമത് നിങ്ങൾ ചോദിക്കണം, നിങ്ങളോട് തന്നെ ചോദിക്കണം. എന്ത് ചോദിക്കണം? ശക്തനാണ് നീ എന്ന് നിൻ്റെ മനസ്സ്, നിൻ്റെ ആത്മാവ് നിനക്ക് മറുപടി തന്നാൽ, രണ്ടാമത്തെ ചോദ്യം, നീ എങ്ങനെ ശക്തനായി? നീ എങ്ങനെ ശക്തനായി? പ്രിയപ്പെട്ടവരെ, ഞാൻ എന്നോട് ചോദിച്ചു, നീ എങ്ങനെ ശക്തനായി? കഴിച്ച ആഹാരത്തിൻ്റെയോ, ജനിച്ച കുടുംബത്തിൻ്റെയോ, അതെയോ നിനക്ക് വിവിധ ഭാഷ അറിയാവുന്നത് കൊണ്ടോ, ആരോടും കയറി ഏറ്റുമുട്ടാനുള്ള ഹൃദയത്തിൻ്റെ കാഠിന്യം കൊണ്ടോ, മനസ്സിൻ്റെ ധൈര്യം കൊണ്ടോ? ഈ വാക്യം ശക്തൻ എന്നുദ്ദേശിച്ചത് എന്താണ്? പണപ്പെരുപ്പം കൊണ്ടോ, ആരോഗ്യം കൊണ്ടോ, മസിൽ പെരുപ്പം കൊണ്ടോ, കുടുംബശ്രേഷ്ഠത കൊണ്ടോ, സമൂഹത്തിലെ പ്രതിബദ്ധതയും ബന്ധം കൊണ്ടോ, രാഷ്ട്രീയ പിടിപാട് കൊണ്ടോ, അതെയോ 45 കൊല്ലം സഭയ്ക്കകത്തിരുന്ന തഴക്കം കൊണ്ടോ, പഴക്കം കൊണ്ടോ? എന്തുകൊണ്ടാണ് ഈ വാക്യം ശക്തൻ എന്ന് എന്നെയോ നിങ്ങളെയോ വിളിക്കുന്നുണ്ടെങ്കിൽ, സഭയ്ക്കകത്ത് ചിലരെങ്കിലും ശക്തർ കാണുമല്ലോ, അവരെന്തുകൊണ്ടാണ് വേദപുസ്തകം അവരെ ശക്തരെന്ന് വിളിക്കുന്നത്? ഒറ്റ മറുപടിയുള്ളൂ, കഴിവും കരുത്തും ഭാഷയും നൈപുണ്യവും പണവും പ്രതാപവും പാരമ്പര്യവും അതൊന്നുമല്ല വിഷയം. പിന്നെ എന്താ വിഷയം? എന്നെ ശക്തനാക്കുന്നത് ദൈവമായ കർത്താവാണ്. അതെങ്ങനെയാക്കും? വിശ്വാസം കൊണ്ട്, വിശുദ്ധി കൊണ്ട്, പ്രാർത്ഥന കൊണ്ട് എന്നിത്യാദി നിലവാരത്തിൽ വിശ്വാസവും ആത്മീകവും ദൈവസ്നേഹവും വിശുദ്ധിയുമെല്ലാം എന്നെ അല്ലെങ്കിൽ നിങ്ങളെ ശക്തരാക്കും. ദൈവത്തോടുള്ള അടുപ്പം, ദൈവത്തോട് നിരന്തരമായ സമ്പർക്കം, ലോകത്തിൽ നിന്ന് അകൽച്ചയിൽ ദൈവത്തെ വിശ്വസിക്കാനുള്ള മനസ്സ്, ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ഉറപ്പ്, ലോകത്തിൽ ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കാൻ ഇവിടെ നിന്ന് അകന്ന് നിൽക്കേണ്ടെന്ന് അകന്ന് നിന്നിട്ടുള്ള വിശുദ്ധി, ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു മനുഷ്യൻ ശക്തനാകണം. ഇതിനൊക്കെ തെളിവ് വേദപുസ്തകത്തിനകത്തുണ്ട്, എൻ്റെ മനസ്സിനകത്തുമുണ്ട്. ഹെരോദ രാജാവിൻ്റെ മുമ്പിൽ യോഹന്നാൻ സ്നാപകൻ ഒട്ടരോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ച് കാട്ടുതേനും വെട്ടുക്കിളിയും കഴിച്ച് ഒരു പരിപരുക്കൻ സ്വഭാവക്കാരനായിട്ട് നിന്ന്, കൊട്ടാരമില്ലാത്ത, സൈന്യമില്ലാത്ത, ആയുധമില്ലാത്ത, പുറയിൽ അണിനിരക്കാൻ വലിയ ഗുണ്ടായുസമില്ലാത്ത, അല്ലെങ്കിൽ ചോരപ്പുഴ ഒഴുക്കാൻ ആ നിലവാരത്തിൽ കഴിവും കരുത്തുമില്ലാത്ത യോഹന്നാൻ സ്നാപകൻ എന്ന കർത്താവിൻ്റെ വഴികാട്ടിയെ ഹെരോദാവിന് ഭയമായിരുന്നു. അവർ രണ്ടുപേരും കൂടി വെച്ച് നോക്കുമ്പോൾ ആത്മീകത്തിൽ ശക്തൻ യോഹന്നാൻ സ്നാപകനായിരുന്നു. എന്തായിരുന്നു കാരണം? അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആയുധമുള്ളതുകൊണ്ടോ, സൈന്യമുള്ളതുകൊണ്ടോ, അധികാരമുള്ളതുകൊണ്ടല്ല. പിന്നെയോ ദൈവസന്നിധിയിലെ വിശുദ്ധി, ദൈവസന്നിധിയിലെ വേർപാട്, ദൈവമായിട്ടുള്ള ബന്ധം. ആ ബന്ധമാണ് യോഹന്നാൻ സ്നാപകനെ ശക്തനാക്കിയത്. ആ ഒരു തെളിവ് മാത്രം മതിയായിരിക്കും ഈ ലോകത്തിൽ ആത്മീക ശക്തൻ എന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. എന്താണെങ്കിലും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വാക്യം നിങ്ങൾ വേദപുസ്തകം നിവർത്തി രാത്രി ഉറങ്ങുന്നതിനേക്കാൾ മുമ്പ് എപ്പോഴെങ്കിലും ചിന്തിക്കണം. റോമാലേഖനം 15:1 ആ വാക്യത്തിൽ 2 കൂട്ടരെ കാണുന്നു. പ്രാർത്ഥിക്കുന്നവരുടെ ഇടയിൽ, ആരാധിക്കുന്നവരുടെ ഇടയിൽ, ദൈവത്തെ സേവിക്കുന്നവരുടെ ഇടയിൽ ശക്തരും അശക്തരും. ഏത് കൂട്ടത്തിൽ നാം പെടും? എല്ലാ കാലം അശക്തരും ബലഹീനരുമായി എന്നെ ആരെങ്കിലും ചുമക്കണേ എന്ന് പറഞ്ഞു നടക്കുന്നൊരു കൂട്ടരാണോ? ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ബലഹീനത കാലഘട്ടങ്ങളിൽ അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം. പക്ഷേ നിങ്ങൾ ശക്തരാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എങ്ങനെ അതാകാം? പ്രാർത്ഥിച്ച് ദൈവികമായിരിക്കുന്ന ബന്ധം പുലർത്തി ആധ്യാത്മികമായിട്ട് അധികം കാര്യങ്ങൾ അറിഞ്ഞ് ദൈവത്തോടടുത്ത് നിൽക്കുമ്പോൾ നിങ്ങളും ശക്തരാകും. പ്രിയപ്പെട്ടവരെ, ശക്തരായ നാം എങ്ങനെ ശക്തരായി? ദൈവിക ബന്ധത്തിൽ നിങ്ങൾക്കും ശക്തരാകാം. ഈ ലോകത്തിൽ അന്ധകാര ശക്തിയോട് എതിർക്കാൻ, ഈ ലോകത്തിലെ ജീവിതം ഫേസ് ചെയ്യാൻ, കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, തകർച്ചകൾ, ഇതൊക്കെ നേരിടാനുള്ളൊരു ബലമാണ് ഈ ശക്തി എന്ന് പറയുന്നത് കേട്ടോ. മസിൽ പിടിച്ച് ആരെങ്കിലും തോൽപ്പിക്കാനല്ല, ആരോടെങ്കിലും കയറി കോർത്ത് വാക്കേറ്റം നടത്തി വാക്ചാതുര്യം കൊണ്ട് പരാജയപ്പെടുത്താനല്ല. പിന്നെയോ ജീവിക്കാൻ സമ്മതിക്കാത്ത അന്ധകാര വ്യാപാര ശക്തികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജീവിതം ധന്യമാക്കാൻ സ്വർഗം തരുന്ന അസാധാരണ സാമർഥ്യമാണ് വേദപുസ്തകത്തിൽ ശക്തി എന്ന് പറയുന്നത്. അത് പ്രാർത്ഥന കൊണ്ടും ആത്മീയം കൊണ്ടും കിട്ടുന്നതാണ്. അത് നേടണം. അങ്ങനെ ശക്തരായ നാം
അഥവാ നമ്മുടെ കൂട്ടത്തിനകത്ത് ഒരശക്തനുണ്ടെങ്കിൽ, അത്രയും പ്രാർത്ഥിക്കാൻ പറ്റാത്ത, അത്രയും വിശ്വാസമില്ലാത്ത, അത്രയും വിശുദ്ധിയില്ലാത്ത, അത്രയും ആത്മീക നിലവാരമില്ലാത്ത ഒരാളുണ്ടെങ്കിൽ അവനെ കളയരുത്, അവനെ താങ്ങണമെന്ന്. പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നാം ശക്തരായി ജീവിക്കണം. ആത്മീകത്തിൽ പണമേ ഇച്ചിരി കുറവുള്ളൂ. ഒരുപക്ഷെ 4 ഭാഷ നിനക്കറിയില്ലായിരിക്കാം. കയ്യിൽ ഒരുപക്ഷെ അധികം ബന്ധങ്ങൾ കാണില്ല. പക്ഷേ ദൈവവുമായിട്ട് ബന്ധത്തിൽ അധികം അടുപ്പത്തിൽ നിന്നാൽ നിനക്കും ശക്തനാകാം. ഞാൻ ഈ വാക്യം വെച്ച് നിങ്ങളെ നിർബന്ധിക്കുന്നു, ആത്മീയത്തിൽ ശക്തനാകണേ. അതിനെന്തൊക്കെ വേണമെന്ന് ദൈവത്തോട് ചോദിച്ച് പ്രാർത്ഥിക്കണേ. എന്നെ കൂടെ ശക്തനാക്കാൻ പറയണേ. എന്നിട്ട് കുറച്ച് അശക്തരെ, ബലഹീനരെ താങ്ങണേ. അങ്ങനെ ഒരു താങ്ങും തണലുമാകാൻ നിങ്ങളെ ദൈവം ഉപയോഗിക്കട്ടെ. നിങ്ങൾ ശക്തരാകട്ടെ. ജീവിതത്തെ ഫേസ് ചെയ്യാൻ, ഏത് പ്രശ്നത്തെ ഫേസ് ചെയ്യാൻ നിങ്ങൾക്ക് ദൈവം ശക്തി തരട്ടെ. അങ്ങനെ വേദപുസ്തകം നിങ്ങളെ ശക്തൻ എന്ന് വിളിക്കട്ടെ എന്നോർപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുവെഴുത്തിനായി സ്തോത്രം. ഈ തിരുവെഴുത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു, ഈ ലോകത്തിൽ പ്രാർത്ഥിക്കുന്നവരുടെ ഇടയിൽ, ദൈവത്തെ വിശ്വസിക്കുന്നവരുടെ ഇടയിൽ ശക്തരുമുണ്ട്, അശക്തരുമുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇതൊന്ന് വിചിന്തനം ചെയ്യാൻ കൃപ കൊടുക്കണേ അപ്പാ. ചുമ്മാ ഒരു വാചകത്തിലല്ല, സത്യസന്ധമായി മനസാക്ഷിയുടെ കോടതിയിൽ ഞാൻ ദൈവസന്നിധിയിൽ ആത്മീകമായിട്ട് ശക്തനാണോ അശക്തനാണോ എന്നൊരു തിരിച്ചറിവ് ഈ ജനത്തിന് കൊടുക്കണേ അപ്പാ. ശക്തരായി ജീവിക്കട്ടെ എല്ലാവരും. ഏതെങ്കിലും ഒരാൾ അശക്തരാണെങ്കിൽ ആ ബലഹീനതയെ കൂടി ചുമക്കാൻ പറഞ്ഞല്ലോ, അങ്ങനെ കൂടെ ചുമന്ന് ദൈവസന്നിധിയിൽ എത്തിക്കുവാൻ ഒരു വരം കൂടി കൊടുക്കണേ. അങ്ങനെ ആത്മീകം ധന്യമാകട്ടെ. കേൾവിക്കാർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ. ആമേൻ.